ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ SCERT സയൻസിൽ നിന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് വ്യാധികൾ പടരാതിരിക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് മുന്നിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെ കുട്ടിയെ പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പകരുന്ന രോഗങ്ങളിൽ ഉൾപ്പെടുന്നത് ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, പിന്നെ ഏതാണ് ജലദോഷം പകരുന്നൊരു രോഗമാണ്. ഒരാൾക്ക് വന്നാൽ അത് എല്ലാവർക്കും വരും, അങ്ങനെ ഒരു രോഗമാണ് ജലദോഷം. അതുപോലെ തന്നെ നിപ്പ എന്ന് പറയുന്നത് പകർച്ചവ്യാധിയാണ്. പിന്നെ കൊറോണ, ഇതെല്ലാം പകരുന്ന രോഗങ്ങൾ. വയറിളക്കം, ഇതൊക്കെ പകരുന്ന രോഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ജലദോഷം, നിപ്പ, കൊറോണ, ഇതെല്ലാം എന്താണ്, പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി നമ്മൾ പകരാത്ത രോഗങ്ങളിലേക്ക് പോകുന്നു. പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്യാൻസർ എന്ന് പറയുന്നത് പകരാത്ത രോഗമാണ്. അതുപോലെ പ്രമേഹം പകരാത്ത രോഗമാണ്. ഇനി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ പകരത്തില്ല. അതുപോലെ ഹൃദ്രോഗ സംബന്ധമായ രോഗങ്ങൾ ഒന്നും പകരുന്ന രോഗങ്ങളല്ല. അപ്പം ഇതൊക്കെയാണ് പകരാത്ത രോഗങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പം പകരുന്ന രോഗങ്ങൾ ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ജലദോഷം, നിപ്പ, കൊറോണ മുതലായവ പകരുന്ന രോഗങ്ങളും. പകരാത്ത രോഗങ്ങൾ ക്യാൻസർ, പ്രമേഹം, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ എന്നിവ പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. അപ്പം പകർച്ചവ്യാധികൾ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരും. അതിനെ നമ്മൾ എന്ത് പറയും? പകർച്ചവ്യാധികൾ എന്ന് പറയും. ഇനി അതുപോലെ മറ്റൊന്നാണ് മഹാമാരികൾ. അപ്പം എന്താണ് മഹാമാരി എന്ന് പറഞ്ഞാൽ, പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു. അപ്പം ഈ പകർച്ചവ്യാധി എന്ത് ചെയ്യുന്നു? ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റു ഭൂഖണ്ഡങ്ങളിലേക്കോ നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? പാൻഡമിക് അഥവാ മഹാമാരി എന്ന് പറയുന്നു. അപ്പം നമ്മൾ അതിജീവിച്ച മഹാമാരികളാണ് ഏതൊക്കെയാണ്? വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ നമ്മൾ അതിജീവിച്ച മഹാമാരികളാണ്. അപ്പോൾ മഹാമാരി എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികൾ എന്ത് ചെയ്യുന്നു? മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ നമുക്ക് മഹാമാരി എന്ന് പറയാം. ഇനി ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? അതിനെയാണ് നമ്മൾ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കും? അവയെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് രോഗകാരികളാണ് അല്ലെങ്കിൽ പാത്തോജൻസ് എന്ന് പറയും. രോഗകാരികൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. അപ്പോൾ രോഗകാരികൾ ആരാണ്? നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, അതുപോലെ വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു. അപ്പം പ്രധാനപ്പെട്ട രോഗകാരികളാണ് നമ്മൾ പറഞ്ഞത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് മുതലായവ. അപ്പോൾ ഇവിടെ ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പിക് ദൃശ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്.
ഇതാണ് ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പിക് ദൃശ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. കണ്ട, ഇതാണ് ഏത് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വൈറസിൻ്റെ മൈക്രോസ്കോപ്പിക് ദൃശ്യം ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് വൈറസിൻ്റെ മൈക്രോസ്കോപ്പിക് ദൃശ്യം എന്ന് പറയുന്നത്. സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. അപ്പോൾ എല്ലാ സൂക്ഷ്മജീവികളും, ഇപ്പോൾ വൈറസ് ആയാലും അതുപോലെ ബാക്ടീരിയ ആയാലും എല്ലാ സൂക്ഷ്മജീവികളും എന്തല്ല, രോഗകാരികളല്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനും സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നത് ചില ഇനം ബാക്ടീരിയകളാണ്. അതുപോലെ ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെയാണ് ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അപ്പോൾ ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് ആരാണ്? ബാക്ടീരിയകളും ഫംഗസുകളുമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപകാരികളായ സൂക്ഷ്മജീവികളാണ്. സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്താനായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സൂക്ഷ്മജീവികളെക്കുറിച്ച് പറഞ്ഞു. സൂക്ഷ്മജീവികൾ നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും അതുപോലെ ആഗിരണത്തിനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിലെ തൊലിപ്പുറത്ത് ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകൾ ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ നമ്മൾ പറഞ്ഞു ബാക്ടീരിയകളും ഫംഗസുകളും ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു. അപ്പം ഇതൊക്കെ സൂക്ഷ്മജീവികൾ കൊണ്ട് മനുഷ്യന് ഉപകാരപ്രദമാണ്. അടുത്ത് നമ്മൾ പറയുന്നത് ഫംഗസുകളുടെ ലോകം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. അപ്പോൾ ഏതൊക്കെയാ ഫംഗസുകളിൽ പ്രധാനമായിട്ടും വരുന്ന ഫംഗസുകൾ എന്ന് പറയുന്നത് റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം എന്താണ്? ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്. അപ്പോൾ കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളാണ്. അപ്പം മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ്? ചില ഫംഗസുകൾ, അതായത് സൂക്ഷ്മജീവികളായ ഫംഗസുകളാണ് കാൻഡിഡ. ഏതാണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, കാൻഡിഡ, ഹിസ്റ്റോപ്ലാസ്മ. അപ്പോൾ ഒന്നുകൂടി, കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ എന്നിവ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളാണ്. അപ്പോൾ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന ഫംഗസുകളാണ്. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം. അപ്പോൾ നാം ഭക്ഷണമാക്കുന്ന കൂണ്, അതുപോലെ തന്നെ എന്താണ്, കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത നിരവധി സൂക്ഷ്മജീവികൾ ഉൾപ്പെടുന്നതാണ് ഏത്? നമ്മുടെ ഫംഗസുകളുടെ ലോകമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണെന്ന് പറഞ്ഞു. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന ഫംഗസുകളായ സൂക്ഷ്മജീവികളാണ് ഏതൊക്കെയാണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ മുതലായവ. അതുപോലെ നമ്മൾ പറഞ്ഞു നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകമെന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് രോഗങ്ങൾ പകരുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിട്ടുണ്ട്, ചിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചുമയ്ക്കുന്നത്, തുമ്മുന്നതിലൂടെയും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തുറന്നു വയ്ക്കുന്നതിലൂടെയും നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാം.
അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തൂവാല കൊണ്ട് മറയ്ക്കുന്നത് എന്തിനാണ്? അതുപോലെ ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തൂവാല കൊണ്ട് മറയ്ക്കുന്നത് രോഗാണുക്കൾ വായുവിലൂടെ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രോഗങ്ങൾ പടരാതിരിക്കാനാണ്. ഇവിടെ രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് എന്ന് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രവേശിക്കുന്ന സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും ആ രോഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ രോഗാണുവാഹകരിൽ നിന്ന്. അപ്പം 2 തരത്തിൽ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ, രണ്ടാമത്തത് രോഗാണുവാഹകരിൽ നിന്ന്. അപ്പോൾ ഇവിടെ എന്താണ്? മണ്ണിലൂടെ, അതുപോലെ വായുവിലൂടെ. രോഗാണുവാഹകരെന്ന് പറഞ്ഞാൽ മണ്ണിലൂടെ, വായുവിലൂടെ രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിൽ പകരുന്നുണ്ട്. അപ്പോൾ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ മണ്ണിലൂടെ വായുവിലൂടെയും രോഗങ്ങൾ പകരാറുണ്ട്. മണ്ണിലൂടെ പകരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിൽ വരുന്നതാണ് വിരശല്യം. വിരശല്യം മണ്ണിലൂടെ പകരുന്നൊരു രോഗമാണ് വിരശല്യം എന്ന് പറയുന്നത്. അതുപോലെ ടെറ്റനസ് മണ്ണിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്. ക്ഷയരോഗം വായുവിലൂടെ പകരുന്നു. അതുപോലെ ജലദോഷം വായുവിലൂടെ പകരുന്നുണ്ട്. ഇനി ജലവും ഭക്ഷണവും വഴി പടരുന്ന രോഗങ്ങളാണ് ടൈഫോയിഡ്, അതുപോലെ വയറിളക്കം മുതലായവ ജലവും ഭക്ഷണവും വഴി പടരുന്ന രോഗങ്ങളാണ്. അപ്പം രോഗാണുവാഹകരിൽ നിന്നല്ലാതെ പകരുന്ന രോഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മണ്ണിലൂടെ പകരുന്നതുമുണ്ട്, വായുവിലൂടെ പകരുന്നതുമുണ്ട്. അതിൽ വിരശല്യം, ടെറ്റനസ് എന്നിവ മണ്ണിലൂടെ പകരുന്നതും, വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ക്ഷയരോഗം, അതുപോലെ ജലദോഷം മുതലായവ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇനി ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങളുണ്ട്. അതാണ് ടൈഫോയിഡ്, വയറിളക്കം മുതലായവ ജലവും ഭക്ഷണവും വഴി പടരുന്ന രോഗങ്ങളാണ്. ഇനി രോഗാണുവാഹകരിൽ നിന്ന് പകരുന്ന രോഗങ്ങളുണ്ട്. രോഗാണുവാഹകരെന്ന് പറയുമ്പോൾ നമ്മുടെ വൈറസ് അതുപോലെ ബാക്ടീരിയ എന്നിവയിൽ നിന്ന് പകരുന്ന രോഗങ്ങളുമുണ്ട്. വൈറസിൽ നിന്ന് പകരുന്ന രോഗങ്ങളും ബാക്ടീരിയ മൂലം പകരുന്ന രോഗങ്ങളുമുണ്ട്. അപ്പോൾ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഡെങ്കിപ്പനി, അതുപോലെ ചിക്കൻ ഗുനിയ, നിപ്പ, ഇതൊക്കെ വൈറസ് മൂലം പകരുന്ന രോഗങ്ങളാണ്. വൈറൽ പനിയാണ്. അപ്പോൾ ഡെങ്കിപ്പനി വരും. അതുപോലെ നിപ്പ, കൊറോണ മുതലായവ വൈറസ് മൂലമുണ്ടാകുന്ന അസുഖങ്ങളാണ്. ഇനി ബാക്ടീരിയ മൂലമുണ്ടാകുന്നത് ഇപ്പോൾ ആന്ത്രാക്സ്, സാഴ്സ് മുതലായവ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അസുഖങ്ങളും വൈറസ് മൂലമുണ്ടാകുന്ന അസുഖങ്ങളുമുണ്ട്. ഇനി അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്ന് സമ്പർക്കം വഴി പകരുന്ന രോഗങ്ങളുണ്ട്. കുഷ്ഠം, അതുപോലെ ചെങ്കണ്ണ് ഇതൊക്കെ മനുഷ്യരിൽ സമ്പർക്കം മൂലമുണ്ടാകുന്നതാണ്. കുഷ്ഠം, അതുപോലെ ചെങ്കണ്ണ് മുതലായവ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക്, അതായത് സമ്പർക്കം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ഇനി അതുപോലെ പക്ഷികൾ പരത്തുന്ന രോഗങ്ങളുണ്ട്. പക്ഷികൾ പരത്തുന്ന രോഗങ്ങളിൽ വരുന്നതാണ് നിപ്പ, പക്ഷിപ്പനി മുതലായവ പക്ഷികൾ പരത്തുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഇതാണ് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ പകരുന്ന രോഗങ്ങളും രോഗാണുവാഹകരിൽ നിന്ന് പകരുന്ന രോഗങ്ങളും. അപ്പം നമ്മൾ പറഞ്ഞു രോഗാണുവാഹകരിൽ നിന്ന് അല്ലാത്തത് മണ്ണിലൂടെയും വായുവിലൂടെയും പകരുന്നുണ്ട്. മണ്ണിലൂടെയാണെങ്കിൽ വിരശല്യം, ടെറ്റനസ് എന്നിവയും, വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ക്ഷയരോഗം, ജലദോഷം മുതലായവ. ഇനി ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങളുണ്ട്. അതാണ് ടൈഫോയിഡ്, വയറിളക്കം മുതലായവ.
രോഗാണുവാഹകരിൽ നിന്ന് പകരുന്ന രോഗങ്ങളാണ് വൈറസ്, ബാക്ടീരിയ മുതലായ രോഗാണുവാഹകരിൽ നിന്ന് പകരുന്ന രോഗങ്ങളുണ്ട്. ഡെങ്കിപ്പനി, അതുപോലെ ചിക്കൻ ഗുനിയ, നിപ്പ, കൊറോണ മുതലായവ വൈറസ് രോഗങ്ങളാണ്. ആന്ത്രാക്സ്, അതുപോലെ സാഴ്സ് മുതലായവ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. പിന്നെ നമ്മൾ പറഞ്ഞു മനുഷ്യരുടെ സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ പറഞ്ഞു. അത് കുഷ്ഠം, ചെങ്കണ്ണ് എന്നിവ സമ്പർക്കത്തിലൂടെയുള്ള രോഗങ്ങളാണ്. അതുപോലെ പക്ഷികൾ പരത്തുന്ന രോഗങ്ങളുണ്ട്. അത് നമ്മൾ പറഞ്ഞു. നിപ്പ പോലുള്ള രോഗങ്ങൾ പക്ഷികൾ പരത്തുന്ന രോഗങ്ങളാണ്. രോഗാണുവാഹകർ. അടുത്ത നമ്മൾ പറയുന്നത് രോഗാണുവാഹകരെ കുറിച്ചാണ്. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ ഉൾപ്പെടും. അപ്പോൾ നമ്മൾ പറഞ്ഞു രോഗാണുവാഹകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെയാണ് നമ്മൾ രോഗാണുവാഹകർ എന്ന് പറയുന്നത്. ഈച്ച, അതുപോലെ എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ പരിസരം മലിനമാകുമ്പോഴും നമുക്കൊരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. പല സാഹചര്യങ്ങളിലൂടെയും രോഗങ്ങൾ പകരുന്നു. അപ്പോൾ രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ, ഇവിടെ ഈച്ച മൂലം പെരുകുന്ന സാഹചര്യങ്ങൾ, പഴകിയ ആഹാര സാധനങ്ങൾ, അതുപോലെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, ഇതൊക്കെ ഈച്ച പെരുകുന്ന സാഹചര്യങ്ങൾക്ക് കാരണമാകുന്നു. മാലിന്യം വലിച്ചെറിയുന്നത്, അതുപോലെ തന്നെ പഴകിയ ആഹാര സാധനങ്ങൾ, ഇതൊക്കെ വലിച്ചെറിയുന്നത് ഈച്ച മൂലമുള്ള അസുഖങ്ങൾ പെരുകുന്നതിന് കാരണമാകുന്നു. അടുത്ത് നമ്മൾ പറയുന്നത് കൊതുക്. രോഗാണുവാഹകർ കൊതുക് ആണെങ്കിൽ അത് പെരുകുന്ന സാഹചര്യം ആണ് ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് കൊതുക് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെന്ന് പറയുന്ന, അതായത് കൊതുക് കൂടുതൽ ഉണ്ടാകുന്ന പെരുകുന്ന സാഹചര്യമാണ് നമ്മൾ പറയുന്നത്. ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും അതുപോലെ ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു. ഇനി എലി, രോഗാണുവാഹകർ എലിയാണെങ്കിൽ അത് പെരുകുന്ന സാഹചര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എലി പെരുകുന്ന സാഹചര്യം ഇതേപോലെ എന്താണ്, പഴകിയ ആഹാര സാധനങ്ങൾ വലിച്ചെറിയുന്നത്, അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കുപ്പികൾ, പിന്നെന്താണ്, ഇവയെല്ലാം വലിച്ചെറിയുന്നത് എലി പെരുകുന്ന സാഹചര്യത്തിന് കാരണമാകുന്നു. അപ്പം ഇതാണ് രോഗാണുവാഹകരും അവ പെരുകുന്ന സാഹചര്യങ്ങൾ. അപ്പം നമ്മൾ പറഞ്ഞു ഈച്ച രോഗാണുവാഹകര ആകുമ്പോൾ അവിടെ പെരുകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പഴകിയ ആഹാര സാധനങ്ങളും മറ്റും വലിച്ചെറിയുന്നത് ഈച്ച പെരുകുന്നതിന് കാരണമാകുന്നു. ഇനി കൊതുക് ആണെങ്കിൽ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ, ചിരട്ടകൾ, കെട്ടിക്കിടക്കുന്ന ജലം മുതലായ സ്ഥലങ്ങളിൽ കൊതുക് മുട്ടയിട്ട് വളരുന്നു. ഇനി എലിയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതുപോലെ തന്നെ എന്താണ്, പഴകിയ ആഹാര സാധനങ്ങൾ വലിച്ചെറിയുന്നിടത്ത്, വേസ്റ്റുകളൊക്കെ കൊണ്ട് കളയുന്നിടം, ഓട പോലുള്ള സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ മാലിന്യ കൂമ്പാരം ഇടുന്ന സാഹചര്യങ്ങളിലൊക്കെ എലി പെരുകുന്നു. കൊതുകിനെ നിയന്ത്രിക്കാം. കൊതുകിനെ നിയന്ത്രിച്ചാൽ കുറേയേറെ രോഗങ്ങൾ തടയാം. കൊതുക് വളരുന്ന സാഹചര്യം നമ്മുടെ വീട്ടു പരിസരങ്ങളിൽ മാത്രം ഇല്ലാതാക്കിയാൽ മതിയോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ, ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ്.
അപ്പോൾ എന്തൊക്കെയാണ്? വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കിയാലും, അതുപോലെ പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കം ചെയ്യുക, ഓടകൾ ശുചിയാക്കുക എന്നിവയിലൂടെ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങൾ. അപ്പോൾ ഈ മാർഗങ്ങൾ സ്വീകരിച്ചാൽ എന്ത് ചെയ്യും? കൊതുകിനെ നമുക്ക് തടയാവുന്നതാണ്. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കം ചെയ്യുക, ഓടകൾ ശുചീകരിക്കുക എന്നിവ കൊതുകു പെരുകുന്നത് തടയാനുള്ള ചില പ്രധാന മാർഗങ്ങളാണ്. കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം? അപ്പോൾ കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ, സന്ധ്യാസമയത്ത് വാതിലും ജനലും അടച്ചിടുക, അതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക, പിന്നെന്താണ്, കൊതുക് കടി കൊള്ളാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് കൊതുക് വലകൾ പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാം. തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ കൊതുക് കടി കുറയ്ക്കുന്നതിന്, അതായത് കൊതുക് കടി ഏൽക്കാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകളാണ്. അപ്പോൾ നമ്മൾ സന്ധ്യാസമയത്ത് വാതിലും ജനലും അടച്ചിടുക, അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവ ഒഴിവാക്കുക, അതുപോലെ കൊതുക് വലകൾ ഉപയോഗിക്കുക. ഇതെല്ലാം കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട മുൻകരുതലുകളിൽ ഉൾപ്പെടുന്നവയാണ്. രോഗം പകരാതിരിക്കാൻ പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ മതിയോ? മറ്റ് ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് ഇവിടെ പ്രധാനമായിട്ടും തന്നിരിക്കുന്നത്. അപ്പം രോഗങ്ങൾ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളുണ്ട്. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ പ്രധാനമായിട്ടും പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക. അപ്പോൾ രോഗങ്ങൾ വരാതിരിക്കാൻ, ഇപ്പോൾ ആഹാരത്തിലൂടെയാണെങ്കിൽ അല്ലെങ്കിൽ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഇവ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക. ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അപ്പോൾ എന്തൊക്കെയാണ്? പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നിവയിലൂടെ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളെ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇനി വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങളുണ്ട്. വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. അപ്പോൾ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയുമുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. അപ്പം രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, രോഗിയുടെ തൂവാല, രോഗിയുടെ വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക മുതലായവ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാവുന്ന മാർഗങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ രോഗങ്ങൾ വരാതിരിക്കും. അടുത്ത് നമ്മൾ പറയുന്നത് മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണ്. അപ്പം മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ: ചെരുപ്പ് ഉപയോഗിക്കുക. അപ്പോൾ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ ചെരുപ്പ് ഉപയോഗിക്കുക. ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. അപ്പം നമ്മുടെ ശരീരത്തിൽ കാലിലോ കയ്യിലോ മുറിവുകൾ ഉണ്ടെങ്കിൽ അത് മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. അപ്പം മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ഈ മാർഗങ്ങളിലൂടെ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളെ വരാതിരിക്കാൻ കഴിയും. അപ്പോൾ ഈ രോഗങ്ങളെയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളുണ്ട്, അതുപോലെ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ, മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളും ഉണ്ട്. പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും. അപ്പോൾ മനുഷ്യരിലുള്ളത് പോലെ തന്നെ പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്
കോഴികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. അതുപോലെ ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. വീണ്ടും പക്ഷിപ്പനി. ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങളുടെ ന്യൂസ് വന്നത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും ഉണ്ടാകാറുണ്ട്. പകർച്ചവ്യാധികൾ ബാധിക്കുന്ന സസ്യങ്ങളാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി അല്ലെങ്കിൽ ബ്രൈറ്റ് രോഗം എന്ന് പറയും. നെല്ലിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ബ്രൈറ്റ് രോഗം അഥവാ തവിട്ട് ഇലപ്പുള്ളി എന്ന് പറയുന്നത്. അപ്പം നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി, പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിലെ കൂമ്പ് ചീയൽ, ഇതൊക്കെ സസ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അപ്പം സസ്യങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി, പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിലെ കൂമ്പ് ചീയൽ. അപ്പോൾ നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് തവിട്ട് ഇലപ്പുള്ളി എന്ന് പറയുന്നത്. അതുപോലെ പയറിനെ ബാധിക്കുന്ന രോഗമാണ് മൊസൈക്ക് രോഗം, തെങ്ങിനെ ബാധിക്കുന്ന രോഗമാണ് കൂമ്പ് ചീയൽ. ഇതൊക്കെ സസ്യങ്ങളെയും ബാധിക്കുന്ന രോഗങ്ങളാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ശുചിത്വശീലങ്ങളാണ്. ആരോഗ്യകരമായ ജീവിതത്തിന് പരിസര ശുചിത്വം പോലെ പ്രധാനമാണ് വ്യക്തി ശുചിത്വവും. ഇവയിൽ ഏതെല്ലാമാണ് നല്ല ആരോഗ്യശീലങ്ങൾ? ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ. അപ്പോൾ അതൊരു നല്ല ശീലമല്ല. ഭക്ഷണത്തിന് ശേഷം മാത്രം കൈ കഴുകുന്നത് നല്ല ശീലമല്ല. അടുത്ത് ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കാറുണ്ട്. അപ്പോൾ അത് ഒരു നല്ല ശീലമാണ്. ദിവസവും ആഹാരശേഷം പല്ല് തേക്കാറുണ്ട്. കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാറില്ല. അത് നല്ല ശീലമല്ല. പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്. അത് നല്ല ശീലമാണ്. പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട്. അത് നല്ല ശീലമല്ല. തുറന്നു വച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല. അത് നല്ല ശീലമാണ്. കാരണം തുറന്നു വച്ച് വിൽക്കുന്ന ആഹാരങ്ങളും പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല. അതൊരു നല്ല ശീലമാണ്. പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട്. അത് നല്ല ശീലമല്ല. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. അത് നല്ല ശീലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വ്യക്തി ശുചിത്വം, അതുപോലെ പരിസര ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്ത് നമ്മൾ പറയുന്നത് രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചാണ്. രോഗപ്രതിരോധ ശേഷി. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. അപ്പോൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള ശരീരത്തിൻ്റെ സ്വാഭാവികമായ കഴിവിനെയാണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. അപ്പോൾ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ സാധിക്കാത്ത ചില പകർച്ചവ്യാധികളാണ് പോളിയോ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി മുതലായവ. അപ്പോൾ ഇവ എന്താണ്? സ്വാഭാവിക പ്രതിരോധശേഷി ഉണ്ടാകാൻ ശരീരത്തിന് സാധിക്കാറില്ല. അപ്പോൾ ഇത് സ്വാഭാവിക ശേഷിക്ക് ഉദാഹരണമല്ല. കാരണം പോളിയോ, ഹെപ്പറ്റൈറ്റിസ് മുതലായവ നമ്മുടെ സ്വാഭാവിക പ്രതിരോധ ശേഷിയെ ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാത്ത പകർച്ചവ്യാധികളാണ്.
ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി, അതുപോലെ BCG ഇതൊക്കെ നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ അല്ലെങ്കിൽ വാക്സിനേഷൻസ് ആണ്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. അപ്പോൾ വാക്സിനേഷൻ എടുക്കുക വഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. അപ്പോൾ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി എന്ത് ചെയ്യുന്നു? രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെ രോഗങ്ങൾ വരാതിരിക്കാൻ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതിനെയാണ് നമ്മൾ ആർജിത രോഗപ്രതിരോധ ശേഷി. അപ്പോൾ രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇത്തരം ശേഷിക്ക് പറയുന്നതാണ് ആർജിത രോഗപ്രതിരോധ ശേഷി അഥവാ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ. അപ്പോൾ വസൂരി, അതുപോലെ പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ്. അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെ നാം ആർജിക്കുന്ന രോഗപ്രതിരോധ ശേഷിക്ക് പറയുന്നതാണ് ആർജിത രോഗപ്രതിരോധ ശേഷി. അപ്പോൾ ആർജിത രോഗപ്രതിരോധ ശേഷിയിലൂടെ നമുക്ക് ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ തുടങ്ങിയ മഹാമാരികളെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത്? അപ്പോൾ വാക്സിനുകൾ എടുക്കേണ്ടത് ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്? 16 വയസ്സിനുള്ളിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ ഒരു വാക്സിനേഷൻ ചാർട്ട് തന്നിട്ടുണ്ട്. വാക്സിനേഷൻ ചാർട്ട് അതിൽ BCG, OPV, ഹെപ്പറ്റൈറ്റിസ് ബി, FIPV, RVV തുടങ്ങിയ വാക്സിനേഷൻ്റെ ചാർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ BCG എന്ന് പറഞ്ഞാൽ ബാസിലസ് കാൽമെറ്റ് ഗ്വറിൻ. ബാസിലസ് കാൽമെറ്റ് ഗ്വറിൻ അതാണ് BCGയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ബാസിലസ് കാൽമെറ്റ് ഗ്വറിൻ. ബാസിലസ് കാൽമെറ്റ് ഗ്വറിൻ എന്നതാണ് BCG. ഇനി OPV എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ. OPV എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ. ഇനി ഹെപ്പറ്റൈറ്റിസ് ബി എന്നതാണ് ഹെപ്പ് ബി വാക്സിൻ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ളതാണ്. FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസാണ് FIPV എന്ന് പറയുന്നത്. ഫ്രാക്ഷണൽ വാക്സിൻ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസിനെയാണ് FIPV എന്ന് പറയുന്നത്. ഇനി RVV അഥവാ റോട്ടാ വൈറസ് വാക്സിൻ. റോട്ടാ വൈറസ് വാക്സിൻ അല്ലെങ്കിൽ RVV എന്ന് പറയും. അപ്പോൾ ഇത് ഇത്രയുമാണ് പ്രധാനപ്പെട്ട വാക്സിനേഷനുകൾ. അപ്പോൾ BCG പറഞ്ഞു, OPV, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി, FIPV, RVV എന്നിവയാണ് പ്രധാനപ്പെട്ട വാക്സിനേഷനുകൾ. ഇതിൽ OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവ ജനന സമയത്ത് നൽകുന്ന വാക്സിനാണ്. അപ്പോൾ ഏതൊക്കെയാണ് ജനന സമയത്ത് നൽകുന്ന വാക്സിനുകളാണ്? OPV, അതുപോലെ BCG, ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവ. അപ്പോൾ നമ്മൾ ജനിച്ച ഉടനെ തരുന്ന വാക്സിനാണ് OPV ഓറൽ പോളിയോ വാക്സിൻ, അതുപോലെ BCG, ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവ. ഇനി OPV1, അതുപോലെ RVV1, പെൻഡാവാലൻ്റ് 1, FIPV1, PCV1 എന്നിവ ജനിച്ച് 6 ആഴ്ച പ്രായമാകുമ്പോൾ നൽകുന്ന വാക്സിനുകളാണ്. അപ്പോൾ ജനിച്ച് 6 ആഴ്ച പ്രായം ഉള്ളപ്പോൾ നൽകുന്ന വാക്സിനുകളാണ് OPV ഓറൽ പോളിയോ വാക്സിൻ 1, അതുപോലെ RVV1, പെൻഡാവാലൻ്റ് 1, FIPV1, PCV1 എന്നിവ ജനിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ നൽകുന്ന വാക്സിനുകളാണ്.
ഇനി ജനിച്ച് 10 ആഴ്ച ആകുമ്പോൾ നൽകുന്ന വാക്സിനുകളാണ് OPV2-ഉം RVV2-ഉം പെൻഡാവാലൻ്റ് 2-ഉം. അപ്പോൾ ഏതൊക്കെയാണ്? ജനിച്ച് 10 ആഴ്ച ആകുമ്പോൾ നൽകുന്ന വാക്സിനുകളാണ് OPV2, അതുപോലെ RVV2, പെൻഡാവാലൻ്റ് 2. ജനിച്ച് 10 ആഴ്ച പ്രായമാകുമ്പോൾ നൽകുന്ന വാക്സിനാണ്. ഇനി നമ്മൾ പറയുന്നത് OPV3, RVV3, പെൻഡാവാലൻ്റ് 3, FIPV2, PCV2 എന്നിവ ജനിച്ച് 14 ആഴ്ച ജനിച്ച് 14 ആഴ്ച പ്രായമുള്ളപ്പോൾ നൽകുന്ന വാക്സിനാണ് OPV3, RVV3, അതുപോലെ പെൻഡാവാലൻ്റ് 3, FIPV2, PCV2 എന്നിവ ജനിച്ച് 14 ആഴ്ച പ്രായമുള്ളപ്പോൾ നൽകുന്നവയാണ്. ഇനി പ്രതിരോധ വാക്സിനുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രതിരോധ വാക്സിനുകൾ, അപ്പോൾ വാക്സിൻ്റെ പേര്, അതുപോലെ അത് നൽകുന്ന പ്രായം, അതുപോലെ അതിന് വരാതിരിക്കുന്നതിനുള്ള രോഗങ്ങൾ എന്നിവയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ വാക്സിൻ്റെ പോളിയോ വാക്സിൻ നമ്മൾ പറഞ്ഞു. പോളിയോ വാക്സിൻ നൽകുന്നത് ഇവിടെ പോളിയോ വാക്സിൻ ഓറൽ പോളിയോ വാക്സിൻ ആണെങ്കിൽ ജനിച്ചയുടൻ നൽകുന്ന വാക്സിനാണ് ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്. ഇനി പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് ഉണ്ട്, അത് ജനിച്ച് 6 ആഴ്ചയാകുമ്പോൾ നൽകുന്ന വാക്സിനാണ്. അപ്പോൾ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് ജനിച്ച ഉടൻ നൽകുന്ന വാക്സിനുമുണ്ട്, ജനിച്ച ഉടൻ നൽകുന്നതും, അതുപോലെ തന്നെ അതായത് 0 പ്രായത്തിൽ ജനിച്ച ഉടൻ നൽകുന്ന വാക്സിനുമുണ്ട്, അതുപോലെ ജനിച്ച് 6 ആഴ്ച ആകുമ്പോൾ നൽകുന്ന വാക്സിനുമുണ്ട്. ജനിച്ച് 6 ആഴ്ച ആകുമ്പോൾ നൽകുന്ന വാക്സിനുമുണ്ട് പോളിയോ വാക്സിൻ. ഇനി പോളിയോ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോളിയോ വാക്സിൻ എടുക്കുന്നത്, പോളിയോ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത് അതുപോലെ നമുക്ക് പറയാം എന്താണ് BCG എന്ന് പറയുന്നത് ജനന സമയത്ത് ജനിച്ച ഉടനെ എടുക്കുന്ന വാക്സിനാണ് BCG എന്ന് പറയുന്നത്. ക്ഷയരോഗം വരുന്നതിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയിട്ടാണ് BCG വാക്സിൻ എടുക്കുന്നത്. അതുപോലെ ടെറ്റനസ്, ഡിഫ്തീരിയ വാക്സിൻ 10 വയസ്സാകുമ്പോഴും എടുക്കാറുണ്ട്, അതുപോലെ രണ്ടാമത്തെ ഡോസ് 16 വയസ്സിലും എടുക്കാറുണ്ട്. ടെറ്റനസ്, ഡിഫ്തീരിയ വാക്സിൻ ഇത് ടെറ്റനസ്, ഡിഫ്തീരിയ മുതലായ രോഗങ്ങൾ, ടെറ്റനസ് അതുപോലെ ഡിഫ്തീരിയ മുതലായ രോഗങ്ങൾ വരുന്നത് തടയുന്നതിന് വേണ്ടി ഉള്ള വാക്സിനാണ് ഏതെന്ന് പറയുന്നത് ടെറ്റനസ്, ഡിഫ്തീരിയ വാക്സിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 10 വയസ്സിലും 16 വയസ്സിലുമാണ് ടെറ്റനസ്, ഡിഫ്തീരിയ വാക്സിൻ എടുക്കുന്നത്. പക്ഷേ ഏതൊക്കെയാണ്? ടെറ്റനസ്, അതുപോലെ ഡിഫ്തീരിയ, മുണ്ടുനീര് മുതലായവ വരുന്നതിനെ തടയുന്ന വാക്സിനാണ് ടെറ്റനസ്, ഡിഫ്തീരിയ വാക്സിൻ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പറയാം, അടുത്ത് എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് പിന്നെ ജനിച്ച ഉടനെ നൽകുന്ന വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. ജനിച്ച ഉടനെ നൽകുന്ന വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. ജനിച്ച ഉടൻ 0 വയസ്സിൽ നൽകുന്ന വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്, ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. ഇനി ഇത് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്, മഞ്ഞപ്പിത്തം പോലുള്ള രോഗത്തെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ ഈ വാക്സിൻ നൽകുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന വാക്സിൻ നൽകുന്നത് മഞ്ഞപ്പിത്തം പോലുള്ള അല്ലെങ്കിൽ കരളിനെ ബാധിക്കുന്ന രോഗങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാക്സിൻ നൽകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാക്സിനുകൾ എന്ന് പറയുന്നത്. ഇനി PCV ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ, അതാണ് PCV എന്ന് പറയുന്നത്. PCV എന്ന് പറഞ്ഞാൽ ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ.
ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിനാണ് PCV. MR എന്ന് പറഞ്ഞാൽ മീസിൽസ് റുബല്ല വാക്സിനാണ് MR വാക്സിൻ. DPT ഡിഫ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ് വാക്സിനാണ് DPT വാക്സിൻ എന്ന് പറയുന്നത്. അതുപോലെ TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട വാക്സിനുകൾ എന്ന് പറയുന്നത്. PCV, MR, DPT, TD. PCV എന്ന് പറഞ്ഞാൽ ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ, MR മീസിൽസ് റുബല്ല വാക്സിൻ, DPT ഡിഫ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ് വാക്സിൻ, TD എന്ന് പറഞ്ഞാൽ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ഇതിൽ MR1 PCV ബൂസ്റ്റർ, വിറ്റാമിൻ A, FIPV 3 എന്നിവ 9 മാസം പ്രായമാകുമ്പോഴാണ് കുട്ടിക്ക് നൽകുന്നത്. അപ്പോൾ 9 മാസം പ്രായമാകുന്ന കുട്ടിക്ക് നൽകുന്ന വാക്സിനുകളാണ് ഏതൊക്കെയാണ്? MR1, PCV ബൂസ്റ്റർ, വിറ്റാമിൻ A, അതുപോലെ FIP1, PV3 എന്ന് പറയുന്നത് 9 മാസം പ്രായമാകുമ്പോൾ നൽകുന്ന വാക്സിനാണ്. ഇനി 16 മുതൽ 24 മാസം വരെ പ്രായമാകുന്ന കുട്ടിക്ക് നൽകുന്ന വാക്സിനാണ് MR2 വാക്സിൻ, OPV ബൂസ്റ്റർ, MR2 വാക്സിൻ, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വിറ്റാമിൻ A2 എന്നിവ. അപ്പോൾ 16 മുതൽ 24 മാസം വരെ പ്രായമുള്ള കുട്ടിക്ക് നൽകുന്ന വാക്സിനാണ് MR2 വാക്സിൻ, അതുപോലെ OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വിറ്റാമിൻ A2 എന്ന് പറയുന്നത്. ഇനി 5-6 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് നൽകുന്ന വാക്സിനാണ് DPT ബൂസ്റ്റർ 2 എന്ന് പറയുന്നത്. അപ്പോൾ DPT2 ബൂസ്റ്റർ നൽകുന്നത് 5-6 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് നൽകുന്നതാണ് DPT2 വാക്സിൻ, DPT ബൂസ്റ്റർ 2. ഇനി TD1 എന്ന് പറഞ്ഞാൽ ടെറ്റനസ് ഡിഫ്തീരിയ 1 എന്ന് പറയുന്നത് 10 വയസ്സുള്ള കുട്ടിക്ക് നൽകുന്ന വാക്സിനാണ് TD1. 10 വയസ്സിൽ കുട്ടികൾക്ക് നൽകുന്ന വാക്സിനാണ് 10 വയസ്സിൽ TD1 അഥവാ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ എന്ന് പറയുന്നത്. ഇനി TD2 ടെറ്റനസ് ഡിഫ്തീരിയ 2 എന്ന് പറയുന്നത് 16 വയസ്സിലെ കുട്ടികൾക്ക് നൽകുന്ന വാക്സിനാണ് ടെറ്റനസ് ഡിഫ്തീരിയ 2 വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട വാക്സിനുകൾ എന്ന് പറയുന്നത്. MR1 എന്ന് പറയുന്നത് മീസിൽസ് റുബല്ല 1, PCV, ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ, വിറ്റാമിൻ A, FIPV എന്നിവ 9 മാസമാകുമ്പോൾ നൽകുന്നു. അതുപോലെ 16-24 മാസത്തിലാണ് MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വിറ്റാമിൻ A2 എന്നിവ നൽകുന്നത്. DPT ബൂസ്റ്റർ 2 5-6 വയസ്സിനുള്ളിലാണ് നൽകുന്നത്. അതുപോലെ TD1 എന്ന് പറയുന്ന 10 വയസ്സുള്ള കുട്ടികൾക്കും TD2 എന്ന് പറയുന്നത് 16 വയസ്സുള്ള കുട്ടികൾക്കും നൽകുന്ന വാക്സിനുകളാണ്. ഇനി രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും സംബന്ധിച്ച് ആളുകൾക്ക് ശരിയായ അറിവ് നൽകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് നാടകം, പാവനാടകം, കാർട്ടൂൺ, പോസ്റ്റർ മുതലായവ അവതരിപ്പിക്കുക. അപ്പം നാടകങ്ങൾ, പാവനാടകം, കാർട്ടൂൺ, പോസ്റ്റർ എന്നിവയിലൂടെയൊക്കെ ആളുകൾക്ക് രോഗങ്ങൾ പകരുന്ന വിധവും അവ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും സംബന്ധിച്ച അറിവ് പകർന്നു കൊടുക്കാവുന്നതാണ്. ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം. ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത്. അപ്പോൾ ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്. ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം എന്നാണ് പറയുന്നത്. ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വ്യക്തി ശുചിത്വം പാലിക്കാനായി ഇനി വിലയിരുത്താം. വ്യക്തി ശുചിത്വം പാലിക്കാനായി നിങ്ങളെടുത്ത 5 തീരുമാനങ്ങൾ എഴുതുക. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു എന്താണ്? ആഹാരത്തിന് മുന്നും ശേഷവും കൈകൾ വൃത്തിയായി കഴുകുക. അങ്ങനെ ഇതെല്ലാം വ്യക്തി ശുചിത്വത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി പകർച്ചവ്യാധികൾ തടയുന്നതിൽ വ്യക്തി ശുചിത്വവും സാമൂഹിക ശുചിത്വവും പ്രധാനമാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശദീകരിക്കുക. പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ നിങ്ങൾ യോജിക്കുന്നവ ഏതെല്ലാം?
മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുക, അതുപോലെ മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയുക. അപ്പോൾ ഇത് ശരിയാണ്, പക്ഷേ ഇത് തെറ്റാണ്. മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുക എന്നത് തെറ്റാണ്. വെള്ളം കെട്ടി നിർത്തേണ്ട സാഹചര്യം അനിവാര്യമെങ്കിൽ അതിൽ ഗപ്പി, ഗാംബൂസിയ തുടങ്ങിയ മത്സ്യങ്ങളെ വളർത്തുക, അത് ശരിയാണ്. ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കേണ്ടതില്ല, അത് തെറ്റാണ്. അടച്ച് സൂക്ഷിക്കണം. ഭക്ഷണ സാധനങ്ങൾ കഴുകി മാത്രം ഉപയോഗിക്കുക, ശരിയാണ്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അത് ശരിയാണ്. വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക, അതും ശരിയാണ്. ഉറവിട മാലിന്യ സംസ്കരണം ശീലമാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പിന്തുടരുന്നത് വളരെയധികം ശരിയാണ്. ഇനി തുടർ പ്രവർത്തനങ്ങളിൽ വരുന്നതാണ് പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഇവയ്ക്കെതിരെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മുൻകരുതലുകളെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി നാടകം തയ്യാറാക്കി അവതരിപ്പിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളെ ആശ്രയിച്ചാണ് ഞങ്ങളുടെ ഓരോ വീഡിയോയും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. ഇനിയും അടുത്ത ചാപ്റ്റർ, 3-ാമത്തെ ചാപ്റ്റർ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു.